Difference between male and female Drosophila or sexing of Drosophila. The main difference between the male and female Drosophila is the size. From the figure you can see that the female is in larger size than the male. അല്ലേ, മെയിലിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഫീമെയിലിൻ്റെ സൈസ് വളരെ വലുതാണ്. And the next feature we study is about the body shape. The females have pointed abdomen with a spike on the dorsal surface at the rear, and the males have the rounded abdomen. You can see from the figure that the female have an elongated body, right, and have a pointed abdomen with a spike or a spike എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവിപ്പോസിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം ഫീമെയിലിൻ്റെ ബോഡി എങ്ങനെയാണ്, പോയിന്റഡ് ആണ്, വിത്ത് എ സ്പൈക്ക് ഓൺ ദ ഡോർസൽ സർഫസ് അറ്റ് ദ റിയർ എൻഡ്. ഇത് ഏറ്റവും അറ്റത്ത് എന്തുണ്ടായിരിക്കും, ഒരു ഇവിടെ ഒരു പോയിന്റർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഒരു സ്പൈക്ക് പോലെ ഓവിപ്പോസിറ്റർ ആണത്, അങ്ങനെ നീളമുണ്ടായിരിക്കും. അതേസമയം മെയിലിനെ ആണെങ്കിൽ അബ്ഡമൻ എങ്ങനെയായിരിക്കും, റൗണ്ട് ചെയ്തിട്ട് കാണുന്ന അബ്ഡമൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നതാണ് കളർ. ഈച്ച് അബ്ഡോമിനൽ സെഗ്മെന്റ് ക്യാരീസ് എ നാരോ ഡാർക്ക് ബാൻഡ് ഇൻ ദ ഫീമെയിൽസ് ആൻഡ് ദ മെയിൽ ദ റിയർ മോസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെന്റ് ഓൾമോസ്റ്റ് യൂണിഫോമലി ഡാർക്ക്. നിങ്ങൾ ഫിഗർ നോക്കുകയാണെങ്കിൽ കാണാം, മെയിലിൻ്റെ എങ്ങനെയാണ് യൂണിഫോമലി ഡാർക്ക് ആയിരിക്കും, അതിൻ്റെ റിയർ എൻഡ് ഏറ്റവും അറ്റം യൂണിഫോമലി ഡാർക്ക് ആയിരിക്കും. അതേസമയം ഫീമെയിലിൻ്റെ എങ്ങനെയാണ്, ബാൻഡ്സ് വളരെ സെപ്പറേറ്റ് ആണ്, നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാം, ഓരോ ബാൻഡും നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും, അല്ലേ. ഈച്ച് അബ്ഡോമിനൽ സെഗ്മെന്റ് ക്യാരീസ് എ നാരോ ഡാർക്ക് ബാൻഡ്. ഓരോ അബ്ഡോമിനൽ സെഗ്മെന്റും ഓരോ നാരോ ബാൻഡ് കാണുന്നുണ്ട്, അത് അവസാനം വരെ അങ്ങനെയാണ്. അതേസമയം മെയിലിനെ ആണെങ്കിൽ അവസാനം ഈ ഡാർക്ക് കളർ എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത പോലെ ഒരുമിച്ചൊരു ബാൻഡായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഒന്ന് ഏറ്റവും ആദ്യത്തെ ഫീച്ചർ എന്തായിരുന്നു, സൈസാണ്. ഫീമെയിൽ ലാർജർ ആയിരിക്കും. അടുത്തത് എന്താണ്, അബ്ഡമൻ. ഫീമെയിലിലെ പോയിന്റഡ് അബ്ഡമൻ ആയിരിക്കും, അറ്റത്തൊരു സ്പൈക്ക് പോലെ ഓവിപ്പോസിറ്റർ കാണും. മെയിലിനെ ആണെങ്കിൽ റൗണ്ട് അബ്ഡമൻ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ബാൻഡ്സ് ഫീമെയിലിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഓരോ അബ്ഡമിനൽ ബാൻഡ് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം മെയിലിൻ്റെ റിയർ എൻഡിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ്, എല്ലാം കൂടെ ഒരുമിച്ച് ഫ്യൂസ് ചെയ്ത പോലെ ഡാർക്കായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത പോയിന്റ് ജെനിറ്റാലിയാണ്. ഫ്യൂ സ്ട്രക്ചേഴ്സ് ആർ വിസിബിൾ ഇൻ ദ ഫീമെയിൽസ് ആൻഡ് ദ മെയിൽ കോംപ്ലെക്സ് സ്ട്രക്ചേഴ്സ് വിസിബിൾ ഓൺ ദ വെൻട്രൽ സർഫസ്. വെൻട്രൽ സർഫസിൽ കോംപ്ലെക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്. അപ്പോൾ ഇത് മെയിലും ഇത് ഫീമെയിലുമാണ്. അപ്പോൾ ഇത് നമുക്ക് ജെനിറ്റാലിയയുടെ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിലിനെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് സൈസ് നന്നായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കും, അല്ലേ. അതിൻ്റെ അബ്ഡമൻ്റെ പാർട്ടാണെങ്കിലും കാണാം, ബാൻഡാണ് നമുക്ക് ഏകദേശം അത്യാവശ്യമൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ജെനിറ്റാലിയ നോക്കുകയാണെങ്കിൽ കാണാം, മെയിലിൽ നമുക്ക് അതിൻ്റെ വെൻട്രൽ സർഫസിൽ അല്ലെ വെൻട്രൽ സൈഡിൽ നമുക്ക് അതിൻ്റെ സ്ട്രക്ചേഴ്സ് അത്യാവശ്യം കാണാനായിട്ട് സാധിക്കും. അതേസമയം ഫീമെയിലിൽ നമുക്ക് അങ്ങനെ ഒരു വജൈനൽ പ്ലേറ്റ് മാത്രമാണ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പം മെയിലിൽ നമുക്ക് ഇത് കാണാനായിട്ട് വിസിബിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫീമെയിലിൽ വജൈനൽ പ്ലേറ്റ് മാത്രമായിരിക്കും കാണുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നതാണ് സെക്സ് കോംസ്. ഫീമെയിലിൽ സെക്സ് കോംസ് ഇല്ല. അതേസമയം മെയിലിലാണെങ്കിൽ എ ഷോർട്ട് റോ ഓഫ് തിക്ക് closely spaced bristles appearing as a dark mass on the fourth segment of the front lux. നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കാണാം, ഇതാണ് സെക്സ് കോംബ്. ഇപ്പോൾ സെക്സ് കോംബ് ഫ്രണ്ട് ലെഗ്സിൻ്റെ അവിടെയാണ് കാണുന്നത്. ഫ്രണ്ട് ലെഗ്സിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് സെക്സ് കോംബ്സ് ഒരു ചീപ്പ് പോലെ, ഒരു കോംബ് പോലെ നമുക്ക് കാണാം. അതുകൊണ്ടാണ് അതിനെ നമ്മൾ സെക്സ് കോംബ് എന്ന് പറയുന്നത്. അപ്പം മെയിലിൽ മാത്രമായിരിക്കും ഇത് കാണുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ എൻലാർജ് സ്ട്രക്ചേഴ്സാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ലെഗ് എടുത്തിട്ട് ഈ ഒരു സ്ട്രക്ചർ നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, മെയിലായിരിക്കും. ഇതില്ലാത്തതാണെങ്കിൽ അത് ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ ഇത് കാണുന്നത് ഏറ്റവും ഫോർ ലിംബിലായിരിക്കും കാണുന്നത്, ഏറ്റവും ആദ്യത്തെ ലെഗിലായിരിക്കും കാണുന്നത്.
ഓൺ ദി ടാർസൽ. ഇത് ഈ കാണുന്ന ഓരോന്നും ടാർസൽസ് ആണ് അല്ലേ, ടാർസലിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് സെക്സ് കോംബ്. സെക്സ് കോംബ് ഉള്ളതെല്ലാം മെയിലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിലിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്.